നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ചെറിയ ചെറിയ കാര്യങ്ങൾ തൊട്ട് വലിയ വലിയ കാര്യങ്ങൾ വരെ നമ്മൾ എടുക്കുന്ന ഓരോ ആക്ഷൻസ് ഡേ ടു ഡേ ബേസിസിൽ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന കാര്യങ്ങൾ ഈവൻ നമ്മുടെ തോട്ട്സ് ഇതെല്ലാം ഒരു പക്ഷെ നമ്മൾ പലരും വിചാരിക്കും അതൊരു കറണ്ട് സിനാരിയോയിൽ ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം മാത്രമേ നമുക്കത് എഫക്റ്റ് ആവുള്ളൂ, ആ ഒരു പർട്ടിക്കുലർ മൂമെൻറ്റിന് മാത്രമേ അത് എഫക്റ്റ് ആവുള്ളൂ എന്ന്. അങ്ങനെയല്ല കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും നമ്മുടെ ഫ്യൂച്ചറിനും എഫക്റ്റ് ചെയ്യും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, പലപ്പോഴും ഞാൻ എൻ്റെ പേഴ്സണൽ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇന്ന് വർക്കൗട്ട് ചെയ്തില്ലെങ്കിൽ എന്താ പ്രശ്നം, നാളെ ചെയ്യാലോ, അപ്പോൾ ഇന്ന് ഒരു ദിവസം ചെയ്തില്ലെങ്കിൽ എന്താ ആവാൻ പോകുന്നതെന്ന്. അത് ഒരു പക്ഷേ നമ്മൾ ടയേർഡ് ആവണം, അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് വൈസ് നമ്മൾ അത്ര ഓക്കെ ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുന്ന വേറെ. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ചുമ്മാ അത് വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ ഫ്യൂച്ചറിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സക്സസ്ഫുൾ ആയിട്ടൊരു ലൈഫ് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ലൈഫാണെങ്കിൽ അതിനുള്ള സ്മോൾ സ്റ്റെപ്സ്, ടൈനി സ്റ്റെപ്സ് ആയിക്കോട്ടെ, അത് നമ്മൾ ഇന്ന് ചെയ്യേണ്ടി വരും കേട്ടോ. ആക്ച്വലി പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ബ്രെത്ത് വർക്ക് അല്ലേ, അത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് എനിക്ക് എൻ്റെ ഡേ സ്പെൻഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ്. അത് നിങ്ങളുടെ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ പോയിട്ട് ബ്രെത്ത് വർക്ക് എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് പല ഓപ്ഷൻസും കിട്ടും ചെയ്യാനായിട്ട് കേട്ടോ. നമ്മുടെ മൈൻഡ് കാമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് നിൽക്കാനായിട്ട് അത് സഹായിക്കും. ഫിസിക്കൽ എക്സസൈസ് ചെയ്യാൻ പറ്റാത്ത ദിവസങ്ങളിൽ ചില ദിവസങ്ങളിൽ ഞാൻ എൻ്റെ മോർണിംഗ് റുട്ടീനിൽ ഇങ്ങനെ ബ്രെത്ത് വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ മോർണിംഗ് റുട്ടീൻ കഴിഞ്ഞിട്ട് കിച്ചണിൽ കയറിയതാണ്. ഇത് ഒരു വെള്ളിയാഴ്ച ദിവസമാണ് കേട്ടോ. അപ്പം ഒരു സ്പെഷ്യൽ ഫ്രൈഡേ ലഞ്ച് ഉണ്ട്. ഇന്ന് ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ വിചാരിച്ചു കാണും കിച്ചണിൽ കയറിയ ഉടനെ ഞാൻ ക്ലീനിങ്. യൂഷ്വലി എൻ്റെ വീഡിയോസിൽ ഞാൻ എപ്പോഴും പറയും രാവിലെ എനിക്ക് കിച്ചണിൽ കയറുമ്പോൾ കിച്ചൺ ഭയങ്കര വൃത്തിക്കിരിക്കണം എന്നാണ്. ആക്ച്വലി ഞാൻ നേരത്തെ എൻ്റെ ഒരു റീലിന് വേണ്ടി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സാൻഡ്വിച്ചിൻ്റെ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ക്ലീനിങ് ആയിരുന്നു നിങ്ങൾ ആദ്യം കണ്ടത്. അതാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് സ്പെസിഫിക്കലി ഇതിനകത്ത് കാണിക്കുന്നില്ല. രാവിലെ ഞാൻ സാൻഡ്വിച്ച് റീലിന് വേണ്ടി എടുത്തത് കൊണ്ട് അത് തന്നെയായിരുന്നു കഴിച്ചത്. ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു സോസേജ് വെച്ചിട്ടുള്ള ഒരു സാൻഡ്വിച്ച്. അത് തന്നെയായിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും. പിന്നെ മോക്ക് സാൻഡ്വിച്ചസ് ഒന്നും പറ്റൂല. അവൾക്ക് ദോശ, ഗീ റോസ്റ്റ് ഇല്ലെങ്കിൽ സ്പെഷ്യലി അവളുടെ ചീസ് ദോശ, അതാണ് അവൾ കഴിക്കുന്നത്. അപ്പം ആൾക്ക് ചീസ് ദോശ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ബീഫ് ബിരിയാണി ആക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പം ബീഫ് എന്തായാലും രാവിലെ പറയണം. ഒരു 9:45 ആ ഒരു സമയമായപ്പം ഞാൻ കടയിൽ വിളിച്ചു പറഞ്ഞു ബീഫ് ഒന്ന് കൊണ്ടെത്തിക്കണമെന്ന്. പിന്നെ ഇനീഷ്യലി നിങ്ങൾ വീഡിയോയിൽ തുടക്കത്തിൽ കുറച്ച് വാട്ടർഫോൾസിൻ്റെ ഒരു സെറ്റ് കണ്ടായിരുന്നല്ലോ. ഇവിടെ കണ്ണൂരിലെ ഒരു എക്സ്പോ ആണ്. അത് ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് എൻ്റെത്തേക്ക്. സത്യം പറഞ്ഞാൽ ഞാൻ കണ്ണൂരിലെ ഇങ്ങനത്തെ ഇതുമാതിരി ഒരു എക്സ്പോ ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. യൂഷ്വലി സാധാരണ എക്സ്പോ അതിൻ്റെ ത്രൂ ഔട്ട് എൻഡിൽ വരുന്നുണ്ട്. അതായത് കുറേ ചെറിയ ചെറിയ കടകളും കമ്മൽ, മാല, ബുക്സ് അത്. പക്ഷേ തുടക്കത്തിൽ കയറുമ്പോൾ ഉള്ള ഒരു വാട്ടർഫോൾസ് അല്ലേ, ലൈക്ക് ബ്രെത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ എന്ന് പറയുമല്ലോ, അടിപൊളിയായിരുന്നു. പിന്നെ ഒരു എന്താ പറയുക, ഒരു ബേർഡ് ഗാർഡനും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ലാസ്റ്റത്തേക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് ഓർഡർ ചെയ്തു, ബീഫ് ഓർഡർ ചെയ്തപ്പോൾ ശരിക്കും പറഞ്ഞാൽ വിചാരിച്ചു ഇന്ന് മിക്കവാറും ഒപ്പിച്ചിട്ട് എന്തെങ്കിലും ബീഫ് പുലാവ് ആക്കേണ്ടി വരുമെന്ന്. ബിക്കോസ് ഓർഡർ ചെയ്തത് എത്തിയത് അറൗണ്ട് 12 o'clock ആയിരുന്നു. വെള്ളിയാഴ്ച ദിവസം ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ചർവരെ പണിയൊക്കെ കഴിയണമല്ലോ. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പല കറികളും അല്ലെങ്കിൽ ഒരു മീൽസ് പ്രിപ്പയർ ചെയ്യുന്നേക്കാളും എളുപ്പം ബിരിയാണി ഉണ്ടാക്കാനാണ്. അത് ഒരു പാർട്ട് ഓഫ് അഡൾട്ടിങ് എന്ന് വേണമെങ്കിൽ പറയാല്ലേ. നമ്മുടെ ഇവിടെ 2 ഷോപ്പിലും കുറച്ച് വർക്കും കാര്യങ്ങളും നടക്കാൻ പോവാണ്. അതായത് കുറച്ച് റെനോവേഷനും കുറച്ച് പ്രോഡക്റ്റ്സ് ആഡ് ചെയ്യുന്നുണ്ട്. അതിനെ പറ്റിയാണ് ഞാനിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അതാണ് ആ ഒരു സിനറിയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ വേറൊരു സംഭവം എന്ന് വെച്ചാൽ, ഇപ്പോൾ ഇഫ് യു ആർ എ മദർ വാച്ചിങ് ദിസ് വീഡിയോ, നമുക്ക് എല്ലാവർക്കും അറിയാം വീട്ടിൽ ഇപ്പോൾ ഒരു മദർഹുഡ് ഒരു സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഒരു പക്ഷേ ബാക്കിയുള്ളവരുടെ അടുത്ത് പറഞ്ഞാൽ ഒരു പക്ഷെ മനസ്സിലാവത്ത് പോലുമില്ല. നമ്മളെ ശരീരത്തിലായിക്കോട്ടെ മെൻ്റലി ആയിക്കോട്ടെ ഒരുപാട് ചേഞ്ചസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റണമെങ്കിൽ നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ചെയ്താലും നടക്കൂല കേട്ടോ. ഞാനത് സ്ട്രെസ് ചെയ്തിട്ട് ഈ ഒരു കാര്യം പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരുപാട് നാൾ ആ ഒരു ഫേസിൽ, അതായത് എന്താ പറയുക, പണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റത്തില്ല. അത് ലൈക്ക് ഉള്ള ഒരു സംഭവം തന്നെയാണ്. അത് നമ്മൾ എത്ര അവോയ്ഡ് ചെയ്താലും അത് നടക്കൂല. ബിക്കോസ് ഒരാൾ കൂടി നമ്മുടെ ജീവിതത്തിൽ വരുവാണെങ്കിൽ നമുക്ക് കുറച്ച് ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പ്ലസ് നമുക്ക് സൈഡിൽ ചുറ്റും ഒരുപാട് ടെൻഷനും ഇല്ലെങ്കിൽ നമ്മുടെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ്സും ഇല്ലെങ്കിൽ ജീവിതത്തിൽ പല കാര്യങ്ങളും
ഉണ്ടെങ്കിൽ തന്നെ ഉണ്ടല്ലോ, അത് നമ്മൾ വിചാരിച്ചാലാണ് നമുക്കത് ചെയ്യാൻ പറ്റുക. നമ്മളത് അതിലോട്ട് വർക്ക് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വേണമെങ്കിൽ പറയുകയാണെങ്കിൽ, നമ്മൾ നമുക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് നമ്മുടെ ഒരു മെൻ്റലി നമ്മൾ അത്രയും ഹെൽത്തി ആയിട്ട് നിന്നാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ, അതായത് എക്സ്റ്റേണൽ വർക്ക് അല്ലെങ്കിൽ ഒരു ഫിസിക്കലി ബാക്കിയുള്ള ആൾക്കാർക്ക് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വർക്കിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് തിങ്, നിങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റിയ ഏറ്റവും മെയിൻ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ചിട്ട് ഒരു ഫിസിക്കലി നമ്മൾ മൂവ് ചെയ്യാനുള്ളത്, ഇല്ലെങ്കിൽ ഇതുപോലെ ബ്രെത്ത് വർക്ക് ഒക്കെ ചെയ്താൽ ഒരുപാട് സഹായിക്കും കേട്ടോ. ചെയ്യാത്തവരാണെങ്കിൽ ചെയ്തു നോക്കാം കേട്ടോ. ഇത് ഇപ്പം എൻ്റെ ഈ ഒരു വ്ളോഗ്സ് ഞാൻ ഭയങ്കര എനിക്കിന്ന് ഈ വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങൾ കുറേ സംസാരിക്കാൻ തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഈ വ്ളോഗ് എടുക്കുന്നത്, എനിക്ക് ഈ വ്ളോഗിങ് ചെയ്യാൻ, ക്യാമറ മുമ്പിൽ സംസാരിക്കാൻ, എനിക്കിഷ്ടമുള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ ഫുഡ് ഉണ്ടാക്കാനാണ്, പല പല റെസിപ്പീസ് ഒക്കെ ട്രൈ ചെയ്യാൻ. ദിസ് ഈസ് സംതിങ് വിച്ച് മേക്സ് മീ ഹാപ്പി ആൻഡ് ദാറ്റ്സ് വൈ ഐ എം ഡൂയിങ് ഇറ്റ്. അപ്പോൾ ഇതിലോട്ട് ഞാൻ എത്തുന്ന മുമ്പ് ഈ കുറച്ച് എക്സസൈസസ് ആയിക്കോട്ടെ, ബ്രെത്ത് വർക്ക് ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ പ്രോപ്പർ ഹാബിറ്റ്സ് നമ്മളിങ്ങനെ ഫോക്കസ് ചെയ്തിട്ട് ചെയ്യുന്നതായിക്കോട്ടെ, അതൊക്കെ ചെയ്തിട്ടാണ് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തിയതും ഇതിലൂടെ എനിക്കൊരു സന്തോഷം കണ്ടെത്താൻ പറ്റിയതും. അപ്പം ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അടുത്ത് എനിക്കതാ പറയാനുള്ള. എൻ്റെ വീഡിയോസ് കൂടുതൽ പെണ്ണുങ്ങളാണ് കാണുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വെച്ച് നമ്മുടെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷന് വേണ്ടി ചെയ്യുവാണെങ്കിൽ നമ്മുടെ ചുറ്റുള്ള ആൾക്കാരെ നമുക്ക് സന്തോഷം കൊടുത്ത് നമ്മുടെ ലൈഫും ഹാപ്പി ആവും, നമ്മുടെ വീടും ഹാപ്പി ആവും, നമ്മുടെ ചുറ്റുള്ളവരെ നമ്മൾ ഹാപ്പി ആക്കാൻ പറ്റും കേട്ടോ. അപ്പം ബിരിയാണിയുടെ സ്പെസിഫിക്കലി പറയാൻ ഇതിനകത്ത് ഒന്നുമില്ല, നമ്മൾ എല്ലാവരും ചെയ്യുന്ന മാതിരിയാണ്. പക്ഷേ നമ്മൾ ഈ ബീഫ് ബിരിയാണി ഞാനിത് ഉണ്ടാക്കിയപ്പം ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഞാൻ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ബീഫ് ആദ്യം കുക്കറിൽ വേവിച്ചെടുത്ത്, അതായത് ഉപ്പും മഞ്ഞളും ഇട്ടിട്ട് മാത്രം ബീഫ് വേവിച്ചെടുത്തു. എന്നിട്ട് ആ ബീഫിൻ്റെ സ്റ്റോക്ക് ഉണ്ടല്ലോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് ആ ബീഫ് വേവിച്ചെടുത്തത്. ആ സ്റ്റോക്ക് വെച്ചിട്ടാണ് ഞാൻ റൈസ് ഉണ്ടാക്കിയത്. അതായത് നമ്മൾ നെയ്ച്ചോറ് ഉണ്ടാക്കുമ്പോൾ വെള്ളം ഒഴിക്കുമല്ലോ, അപ്പോൾ ആ വെള്ളത്തിന് പകരം ഇപ്പം 1.5 കപ്പ് റൈസാണ് ഞാൻ എടുത്തത്. അപ്പോൾ 3 കപ്പ് വെള്ളം ഒഴിക്കണം. അപ്പോൾ അതിന് 2 കപ്പ് ഞാൻ ബീഫിൻ്റെ സ്റ്റോക്കും 1 കപ്പ് വെള്ളമാണ് ഒഴിച്ചത്. എന്നിട്ട് ബീഫിൽ അധികം മസാല ഒന്നും ചേർത്തില്ല. കൂടുതലും നമ്മുടെ മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി ഗരം മസാല പിന്നെ കൊറിയാൻഡർ പൗഡറും പിന്നെ പെപ്പർ പൗഡറും. ഇതാണ് പൗഡേഴ്സ്. വളരെ കുറച്ചിട്ടിട്ടുള്ളൂ. കൂടുതൽ ഇതിൻ്റെ ഫ്ലേവർ ഉണ്ടാക്കുക, ബീഫിൻ്റെ ഫ്ലേവറും പിന്നെ അവർ മിൻറ്റ് ലീവ്സിൻ്റെയും പിന്നെ കുറച്ച് ഗരം മസാലയുടെ ഫ്ലേവറും. പിന്നെ ലെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ കുറച്ച് റോസ് വാട്ടർ ഒഴിക്കും. അത് ബിരിയാണിക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവർഫുൾ ആക്കാനായിട്ട് സഹായിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ചെറുവരെ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അതായത് ജുമാക്ക് മുമ്പ് എൻ്റെ സംഭവങ്ങളെല്ലാം എനിക്ക് താങ്ക്ഫുള്ളി എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബിരിയാണി ഒന്ന് റെഡിയാക്കി ഞാൻ കുറച്ച് ഒരു 3 പേർക്കുള്ള ബിരിയാണി മാത്രമാണ് വെച്ചത്. പിന്നെ ടോപ്പ് ചെയ്യാനായിട്ട് നമുക്കറിയാമല്ലോ, കാരമലൈസ്ഡ് ഓനിയനും കുറച്ച് മിൻറ്റ് ലീവ്സും കൊറിയാൻഡർ ലീവ്സും വെച്ച് ടോപ്പ് ചെയ്തിട്ട് ഇത് ദമ്മിന് ഒരു 1/2 മണിക്കൂർ വെച്ചു. അപ്പോൾ ഇവിടെ നമ്മൾ ഫ്ലാറ്റിലേക്ക് താമസിക്കുമ്പോൾ അടുപ്പിൽ ഇങ്ങനെ വെക്കാൻ പറ്റില്ലല്ലോ. അപ്പം ഞാൻ പഴയ ഒരു പാൻ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, ഒരു നോൺ സ്റ്റിക്ക് പാനാണ്, പക്ഷെ അതെല്ലാം പോയി കിടക്കാണ്. അപ്പോൾ പാൻ അടിയിൽ വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് മേലെ വെച്ച് കൊടുത്തു എന്ന് മാത്രം. എന്നിട്ട് സൈഡിൽ കുറച്ച് മിൻ ചട്നിയും പിന്നെ സാലഡ് ഐറ്റംസ് എല്ലാം റെഡിയാക്കി. അങ്ങനെ ഞാൻ വൈകുന്നേരം ആയപ്പോൾ ഒരു വർക്കിന് ഇറങ്ങാനുണ്ടായിരുന്നു. ഇറങ്ങിയപ്പോൾ 2-3 ദിവസം ഈ സ്ഥലം നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. കണ്ണൂരിൽ വരുന്ന ഒരു എക്സ്പോ ആണ്. കണ്ണൂരിലുള്ളവർ ഈ വീഡിയോ കാണുന്നതാണെങ്കിൽ ഡു വിസിറ്റ് ദിസ് പ്ലേസ്. അടിപൊളി എന്ന് പറഞ്ഞാൽ ബ്രെത്ത് ടേക്കിംഗ്ലി ബ്യൂട്ടിഫുൾ എന്നൊക്കെ പറയുമല്ലോ, അത്രയ്ക്ക് സൂപ്പർ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ട, അത് നമ്മൾ ആർട്ടിഫിഷ്യൽ ആണ് ഓബ്വിയസ്ലി, പക്ഷെ നമുക്കത് കാണുമ്പോൾ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ സെറ്റ് ആണല്ലോ നല്ലൊരു ഫീൽ വരത്തില്ല. ഫുൾ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇഫ് പോസിബിൾ രാത്രി പോവുക. അത് എനിക്ക് തോന്നുന്നത്, അറിയത്തില്ല, ഇപ്പോൾ രാവിലെ ഞാൻ പോയിട്ടില്ല, പക്ഷെ രാത്രി ആയതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര ആ ഒരു ലൈറ്റിൻ്റെ ആ ഒരു എഫക്റ്റും ബ്യൂട്ടിഫുള്ളി നമുക്കത് ഫുള്ളി ക്യാപ്ചർ ചെയ്യാൻ പറ്റി. എന്നിട്ട് പിള്ളേരെ കൊണ്ടുപോകണമെങ്കിൽ അവരും കണ്ടങ്ങ് ഇരിക്കും കേട്ടോ, സന്തോഷത്തോടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ത്രൂ ഔട്ട് ദ എൻഡ് ഞാൻ കുറച്ച് ക്ലിപ്സും പിന്നെ എനിക്ക് അവിടെ പോയിട്ട് ഒരു ബുക്കിൻ്റെ സ്റ്റോളിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട 2 ബുക്സ് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് മ്യൂസിക് വെച്ചിട്ട് ആ ഒരു ബേർഡ് ഗാർഡന് എല്ലാം കാണിക്കുന്നുണ്ട്, കുറച്ച് ഫോട്ടോസും ആഡ് ചെയ്യുന്നുണ്ട്. ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ് ആൻഡ് സീ ഇൻ ദ നെക്സ്റ്റ് എപ്പിസോഡ് ഓഫ് മൈ യൂട്യൂബ് ചാനൽ. താങ്ക് യു ഫോർ വാച്ചിങ്. സീ ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. ബൈ ബൈ. knotted in time.